പണിക്ക് വന്ന് പിന്നെ പണിക്ക് പിന്നെ സങ്കടാക്കിന് പോട്ടെ അങ്ങനെ നിയാസ്ക വാവനെ കൊഞ്ചിക്കലെല്ലാം കഴിഞ്ഞിട്ട് മെല്ലെ പണിക്ക് ഇറങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ അവസ്ഥ ഇങ്ങനെയെല്ലാം ആയിരിക്കും. അപ്പോൾ മോളൊന്ന് പിന്നെ നിയാസ്കാൻ ഇങ്ങനെ നോക്കി കുറേ നേരം ചിരിക്കുമ്പോൾ പാവം നിയാസ്കൊക്കെ പോകാൻ ഇങ്ങനെ ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. എന്നാലും കുറേ സമയം ഇങ്ങനെ മുത്തെല്ലാം കൊടുത്ത് പിന്നെ മനസ്സിൽ നിയാസ്ക പോകും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. നിയാസ്ക പോകുമ്പോഴത്തേക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും കേട്ടോ. വേഗം രാവിലെ തന്നെ എണീച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ആക്കും. മിക്കവാറും നമ്മൾ ഉഴുന്നെല്ലിട്ട് ആ ഒരു സംഭവം അരച്ച് വെക്കും കേട്ടോ രാത്രി തന്നെ. അപ്പോൾ രാവിലേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ കറണ്ട് തീരെ ഉണ്ടാവില്ല കേട്ടോ. എന്നും പവർ കട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ അരച്ച് വെക്കും കേട്ടോ. അപ്പോൾ നിയാസ്ക പോയ വഴിക്ക് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലോ കേട്ടോ ആദിശ്യത്തിൽ. ഇനിയിപ്പോൾ എൻ്റെ നാസ്റ്റ എല്ലാം കഴിഞ്ഞ് മൂത്ത മോളെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പോയി ചെറിയ 2-3 പാത്രം ഉണ്ട്, അതെല്ലാം കഴുകട്ടെ. ഒരു മിനിറ്റ് മുഖത്ത് പോയി കുറച്ച് എത്ര മണിയായിരുന്നു? അങ്ങനെ 10 I love you, Shundari. Shundari, Shundari. Shundari, Shundari. Baby Shundari, Shundari, Shundari. അണിച്ചു രാവിലെ ഞങ്ങള് രാവിലെ അണിച്ചാലോ കുടിക്കാന്.
പിന്നെ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞ പാട് ഇവളെ എണീക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇവളെ ഗ്രൂമിങ് സെക്ഷനാണ് ആ ഒരു സമയത്ത്. അതായത് ഡൈപ്പർ ചേഞ്ച് ചെയ്യലും ഇവിടെ ഫേസ് വാഷ് ചെയ്യലും പിന്നെ നാവ് ഞാൻ ചൂടുവെള്ളത്തിൽ നാവും വായെല്ലാം ഇങ്ങനെ ചെറുങ്ങനെ തുടച്ചു കൊടുക്കും കേട്ടോ. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നെക്സ്റ്റ് ഞാനതൊരു ഷോർട്സ് ആക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വായി ഞാൻ നല്ലോണം തുടച്ച് കൊടുത്തിട്ടുണ്ട്. നാവും അധികം നമ്മൾ റഫായി തുടക്കാൻ പാടില്ല ബേബീസിൻ്റെ. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ലവ് ലാപ്പിൻ്റെ വലിയൊരു ബണ്ടലാണ് ഇന്നലെ വരെ ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അത് നോക്കുമ്പോൾ എനിക്ക് ലവ് ലാപ്പ് നല്ലതാന്ന് തോന്നിയിട്ട് കൊണ്ടുവച്ചതാ കേട്ടോ. നോക്കുമ്പോൾ അത് സൈഡിലെല്ലാം ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ഫസ്റ്റ് ക്രൈന്ന് ഞാൻ മേടിച്ചതാ കേട്ടോ. അപ്പോൾ പിന്നെ നിയാസ്ക പറഞ്ഞ് വേണ്ട, നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്ന പാഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഇന്നലെ പിന്നെയും അതന്നെ മേടിച്ചിട്ടാ. 10 മറ്റുള്ളത്. ഒരു ദിവസം എനിക്ക് ഒരു 4 or 5 പാമ്പേഴ്സ് വേണ്ടി വരും കേട്ടോ. ഞാൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. അങ്ങനെ പാമ്പേഴ്സെല്ലാം ഞാൻ പൊട്ടിച്ചിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതാ പാമ്പർ ഉപയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മോളെ ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഓളെ ഹാൻഡ് കർച്ചീഫ് പോലത്തെ ഉണ്ട് കേട്ടോ ഓളെ തുടക്കുന്നത്. ഫസ്റ്റ് ഞാൻ വൈപ്സ് യൂസ് ചെയ്യുന്നുണ്ടായി. വൈപ്സ് നമ്മളെ കുട്ടീൻ്റെ ഫേസിന് അത്ര നല്ലതല്ല കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി. അത് വെറും പിന്നെ ഇങ്ങനെ ഓളെ പിന്നെ മൂത്രം ഒഴിച്ചാലോ അല്ല വേറെ എന്തെങ്കിലും അങ്ങനെ മോശം പാസ് ചെയ്താലെല്ലാം തുടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതാ രാവിലെ ഓള് മുഖമെല്ലാം കഴുകി ബ്രഷെല്ലാം ചെയ്ത് മുഖം കഴുകിയിട്ട് ഇനിയിപ്പോൾ പാമ്പേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യും കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫീഡ് ചെയ്യുള്ളൂ. ഈ ഒരു പണി ഞാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിയാസ്ക പോയിട്ടുണ്ടാവും കേട്ടോ. അതാ രാവിലെ വേഗം എണീച്ച് ഞാൻ കുളിച്ച് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ പിന്നെ എന്താ പറയുക, ഞാൻ ബിസി ആയിപ്പോവും. അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുമ്പോൾ 11-12 മണിയാവും. ഇപ്പോൾ പിന്നെ എൻ്റെ വയറ് ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് കാലിയായിട്ട് വെച്ചാൽ കുഞ്ഞുമാവിൻ്റെ വയറിന് ഗ്യാസ് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരും ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം ഞാൻ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാമ്പേഴ്സ് എല്ലാം ഞാൻ ഇന്നലെ ഞാൻ നൈറ്റ് കിടക്കുമ്പോൾ 10 മണിക്ക് ഉള്ള പാമ്പേഴ്സ് മാറ്റിയതാട്ടോ. കുറേ സമയമൊന്നും ഇടലില്ല. പിന്നെ നൈറ്റ് ഞാൻ എണീച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കരച്ചിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പാമ്പേഴ്സ് ചെക്ക് ചെയ്യലില്ല. അത്രയൊന്നും മോശമായിട്ടുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ മോഷനൊന്നും പാസ് ചെയ്തിട്ടില്ല, യൂറിൻ മാത്രം പാസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള പണികളെല്ലാം ഉണ്ട് കേട്ടോ. Baby? Baby?
ഞാന് ലാല കുടിക്ക് പറഞ്ഞപ്പോ നീ കുടിച്ചാ രാവിലെ കരയണ്ടമ്മ, രാവിലെ കരയുന്ന കുട്ടികളുണ്ടല്ലേ. ബാഡ് ഗേൾസ്. പാമ്പി മാറ്റണ്ടേ. ഗുഡ് കുട്ടി. വാനിയ ഫ്രഷ് കുട്ടി ഫ്രഷ് ആയല്ലോ. കുട്ടി ഫ്രഷ് ആയല്ലോ. You want one kiss? Oh no, baby, no. Mom. Shingle moms. Little baby. Shingle bell. അങ്ങനെ പാമ്പേഴ്സ് എല്ലാം മാറ്റുമ്പോഴത്തേക്ക് ഇവളൊക്കെ ഞാനും ചെറിയ കുഞ്ഞുവാവിനെ പോലെ പാട്ടും ബൈത്തും എല്ലാം പാടിയിട്ട് ഓളെ പിന്നെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. രാവിലെ തന്നെ വെള്ളമെല്ലാം മേത്ത് തൊടുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫേസിന് ഇങ്ങനെ ആര് ടച്ച് ചെയ്യുന്നത് ഒക്കെ തീരെ ഇഷ്ടമില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു കരച്ചിൽ വന്നത് കേട്ടോ. പിന്നെ എന്തായാലും അതൊരു ശീലം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുവന്നാലും നല്ലതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ശീലിപ്പിക്കുന്നത്. അങ്ങനെ ഓള പണിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുറച്ച് കാര്യങ്ങളും ഞാൻ എടുത്ത് നോക്കും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ സപ്ലിമെൻ്റാണ്, കാൽഷ്യം ടാബ്ലറ്റാണ്. ഇത് രാവിലെ തന്നെ ഞാൻ എടുക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഐറൺ വന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഐറൺ എടുക്കുന്നത് കേട്ടോ. ഐറൻ്റെ സിറപ്പും ഉണ്ട്, ടാബ്ലറ്റും ഉണ്ട്. അപ്പോൾ ഇതൊരു 6 month വരെ കണ്ടിന്യൂ ആക്കണം. എന്തായാലും ബേബിക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. കാൽഷ്യം ഭയങ്കര ആവശ്യമാണ് കേട്ടോ നമ്മുടെ ബോൺ ഹെൽത്തിനും. ഓക്കെ, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വാവച്ച് എണീക്കുന്നുണ്ട്, അതാണ് ഞാൻ സൈലൻ്റ് ആയത്. അപ്പോൾ നമ്മൾ ബോൺ ഹെൽത്തിനെല്ലാം ഭയങ്കര നല്ലതാണ് നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ് ഇങ്ങനെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് എത്ര ഭക്ഷണത്തിൽ നമ്മൾ കാൽഷ്യം നമ്മൾ ഇതാക്കാന്ന് പറഞ്ഞാലും ഭക്ഷണത്തിലൊന്നും ശരിയാവില്ല. പിന്നെ ഇനി മുമ്പോട്ടൊക്കെയുള്ള കുറച്ച് പണികൾ, ക്ലീനിങ്ങും കുറച്ച് തുണികളെല്ലാം മാറ്റി വെക്കൽ വാവച്ചിനെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു കയ്യിൽ തന്നെ ഞാൻ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ സോറി, ഈ ഒരു വീഡിയോ ഞാൻ വേറൊരു ക്യാമറയിൽ എടുത്തതുകൊണ്ട് ഇങ്ങനെ തലതിരിച്ച് വന്നത് കേട്ടോ. അത് ശരിയാക്കിയിടാൻ കുറേ സമയമാവും. അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ നമ്മളിവിടെ പവർ ഇല്ല കേട്ടോ. അപ്പോൾ സ്വിച്ച് ഓഫ് ആവാനായി മൊബൈൽ. വേഗം വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ഞാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വാനിയ ഫീഡ് ചെയ്തിട്ട് ഉറങ്ങിയിട്ടുണ്ട്. നല്ല ഉറക്കമാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ എണീക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ബെഡ്റൂമെല്ലാം ഫുള്ളൊന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ ജനലൊന്ന് തുറന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് നോക്കി നിന്ന്. എന്നിട്ട് പിന്നെ ഞാൻ നേരത്തെ കുളിച്ച് വന്നപാട് ഞാൻ മാക്സി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മാക്സി അത്ര കംഫർട്ടബിൾ അല്ല. ഞാൻ കുളിച്ച് വന്നപാട് മാത്രമേ ഇടുള്ളൂ. കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ മാക്സി ഇട്ടിട്ട് വരും. അതല്ലാതെ എനിക്ക് നോർമൽ ഡ്രസ്സ് തന്നെ ഇടുന്നത് ഇഷ്ടമായിട്ട്. മാക്സി എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ കുഞ്ഞുമാവ് അവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്ക കുഞ്ഞുമാവ്. അപ്പോൾ പിന്നെയും ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വാനിയ മെല്ലെ എണീക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ വാക്ക് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബെഡെല്ലാം ഒന്ന് ശരിയാക്കാം. 1 minute കേട്ടോ, ഞാൻ അവളെ ഒന്ന് മെല്ലെ. അപ്പോൾ ബെഡ്റൂമിൽ ഒരുപാട് പണികളുണ്ടാവും കേട്ടോ. എന്തായാലും ഇവൾ വിടുന്നില്ല, സമ്മതിക്കുന്നില്ല എൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൾ കരയുന്നുണ്ട്. അപ്പോൾ ബെഡ്റൂമിൽ ഒരുപാട് പണി ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു റൂമല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പണി എനിക്ക് വരുന്നത് കേട്ടോ. ഇവളുടെ തുണികളും പിന്നെ മെഡിസിൻസും ക്രീംസും എല്ലാം ഡൈപ്പറും എല്ലാം എടുത്ത് മാറ്റുന്നതും വെക്കുന്നതും എല്ലാം ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വർത്താനം പറയുന്നത് കേട്ടിട്ട് ചെറുങ്ങനെ ആൾ അടങ്ങി നിന്നിട്ടുണ്ട്. എപ്പോൾ കരയുന്നൊന്നും അറിയില്ല. അപ്പോഴത്തേക്ക് നമുക്ക് വേഗം വോയിസ് ഓവർ കൊടുത്ത് തീർക്കണം കേട്ടോ.
പിന്നെ ചില സമയം ഞാൻ ഓർക്കും വെറും മ്യൂസിക് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ വിട്ട് കളയാന്ന്. ഇതന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്ക് കേട്ടാലില്ലേ അപ്പം തന്നെ എണീക്കും. അപ്പോൾ എന്താ മാമച്ചി എന്തിനീ ഓ. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റെല്ലാം മാറ്റി, പില്ലോ കവറെല്ലാം മാറ്റി, ഈ ബ്ലാങ്കറ്റെല്ലാം മാറ്റണം. അപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പണി ഇങ്ങനെ മസ്കിറ്റോ നെറ്റ് ഇടുന്നതുകൊണ്ട് അതെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ. ഇത് സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ വീട്ടിലെ ആൾക്കാർ ഉള്ള സമയത്ത് നമ്മൾ ബേബിക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇടുന്നതാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രഗ്നൻസി വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ. പുറത്ത് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഫീഡ് ചെയ്യാൻ, വെയിൽ പരതി നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നല്ലൊരു ക്ലോത്തും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്ലോത്താണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുള്ള് അങ്ങ് കത്തി കരിയും കേട്ടോ. അത്രയ്ക്ക് പണിയുണ്ട് അവർക്ക് നിയാസ്ക പോയതിന് ശേഷം. അത് സ്പെഷ്യലി കുഞ്ഞുമാവൻ നല്ലോണം ഉറങ്ങുകയാണെങ്കിൽ എൻ്റെ പണികളെല്ലാം ഞാൻ പെട്ടെന്ന് എടുത്ത് തീർക്കും കേട്ടോ. പിന്നെ ഓള് ചിലപ്പോൾ അങ്ങനെ നന്നായി ഉറങ്ങുമൊന്നുമില്ല, പൂച്ച ഉറക്കുന്നറിയില്ലേ, ഒന്നിങ്ങനെ കണ്ണടച്ച് പാടന്നെ എണീക്കുക. ആ ഒരു രീതിയിൽ ഉറങ്ങലാണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓളെ എടുക്കാതെ ഓള് സമ്മതിക്കില്ല. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമെല്ലാം ആക്കും കേട്ടോ അവള്. അപ്പോൾ ബ്ലാങ്കറ്റെല്ലാം നന്നായിട്ട് മടക്കി വെച്ചത് ഞാൻ ഈയിടക്ക് എനിക്ക് പറ്റിപ്പോയൊരു സംഭവം കേട്ടോ. നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ. ഒരാളെ ഇങ്ങനെ ബെഡ്ഷീറ്റ് വിറ്റുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല കവറും ഞാൻ പിന്നെ ആ കവറെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നറിയില്ല. പറ്റിയെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ നെക്സ്റ്റ് കാണിക്കട്ടെ. നല്ല പാക്കേജിലായിട്ട് ബെഡ്ഷീറ്റുകൾ വിൽക്കാൻ വന്ന് അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഒരു 3-4 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാൾ ഇങ്ങനെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ബോംബെ ഡൈയിങ്ങിൻ്റെ ബെഡ്ഷീറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ബോംബെ ഡൈയിങ്ങിൻ്റെ 2 ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്വാളിറ്റി ആട്ടോ ബോംബെ ഡൈയിങ്ങിൻ്റെ ബെഡ്ഷീറ്റ്. അങ്ങനെ ആ ബെഡ്ഷീറ്റ് ഞാൻ എന്താ പറയുക, ഇങ്ങനെ മെഷീൻ വന്നതിൻ്റെ ശേഷം മെഷീനിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിങ്ങനെ പിന്നിപ്പോയി കേട്ടോ. കുറേ ആയിട്ടുണ്ട്, കുറേ വർഷമായി. ആ വർഷങ്ങൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ അതിശയപ്പെടും, അത്ര വർഷമായി ആ ബെഡ്ഷീറ്റ്. എന്നിട്ട് ആ സമയത്ത് തന്നെ ഞാൻ ആ ബെഡ്ഷീറ്റിന് 1000 റുപ്പീ കൊടുത്തിട്ടുണ്ട്. 1080 അങ്ങനെ എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഇയാൾ ബോംബെ ഡൈയിങ്ങിൻ്റെ എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര കിങ് സൈസാണ് കേട്ടോ ആ ബെഡ്ഷീറ്റെല്ലാം. പിന്നെ ക്ലോത്ത് ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോഴും കുഴപ്പം തോന്നിയിട്ടില്ല എനിക്ക്. അങ്ങനെ ഞാൻ എന്താക്കി, അയാളോട് ബാർഗെയിൻ ചെയ്തിട്ട് 1000 റുപ്പീക്ക് 2 എണ്ണം എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ അയാൾ കുറേ നേരം ഇരുന്നിട്ട് ഇല്ല തരൂല എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ തന്നിട്ട് പോയി. 1000 റുപ്പീക്ക് 2 ബെഡ്ഷീറ്റ് അയാൾ തന്നിട്ട് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പില്ലോ കവർ ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ മടക്കിയിട്ട് വേറെ ഇതിന് വിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പില്ലോ കവർ ഉണ്ട്. ആ പില്ലോ കവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് ഒരു ന്യൂഡ് ഷെയ്ഡും ന്യൂഡ് കളറെല്ലാം ആയിട്ട് നല്ലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ പ്ലെയിനും വൈറ്റും അങ്ങനെയെല്ലാം കേട്ടോ. ഇങ്ങനെ ഫ്ലവേഴ്സ് ഉള്ളതിൽ ഞാൻ അധികം യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അങ്ങനെ മേടിച്ചിട്ട് ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് മെഷീനിൽ അലക്കിയത് കൊണ്ടാണ് എന്താണെന്ന് അറിയാം. അങ്ങനെ വേറെ ബെഡ്ഷീറ്റെല്ലാം ഞാൻ മെഷീനിലിടും. മെഷീനിലിടുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വേറെ ബെഡ്ഷീറ്റിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അതിൻ്റെ സ്റ്റിച്ചില്ലേ, സ്റ്റിച്ചെല്ലാം ഇങ്ങനെ ഫുള്ള് എന്തോ പോലെ. അത് ആ താഴെ കാണുന്ന ബെഡ്ഷീറ്റാട്ടാ. നിങ്ങൾക്ക് ഞാനത് ബലിക്കുന്ന ആ ബ്ലൂ ബെലിച്ചില്ല, അതിൻ്റെ മുകളിലുണ്ടല്ലോ ആ ബെഡ്ഷീറ്റിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത്ര കാണൂല, ഞാൻ ഇവിടെ കാണിച്ചിട്ട്. അങ്ങനെ ഞാൻ ഈ ബെഡ്ഷീറ്റെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് കേട്ടോ. ഇതെല്ലാം നല്ല എന്താ പറയുക, നല്ല കളറും നല്ല ക്ലോത്തും എല്ലാം കേട്ടോ. നല്ലുണ്ട്, കുഴപ്പമില്ല, മാഷാ അല്ലാഹ്. നല്ല ബെഡ്ഷീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ റേറ്റും വന്നിട്ടില്ല. പക്ഷേ ഞാൻ അയാളടുത്ത് നിന്ന് നല്ലോണം പറ്റിപ്പോയി എന്ന് എനിക്കൊരു തോന്നില്ല. അതിൽ ഒരു ബെഡ്ഷീറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്ന് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് എൻ്റെ ഇങ്ങനെ ഞാൻ ചെറിയ സ്ലീവെല്ലാം ഇടുമ്പോൾ ഉള്ളിലിടുന്ന സ്ലീവാട്ടോ. അപ്പോൾ അത് കാണാതെ കുറേ ദിവസമായി ഞാൻ പരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ സന്തോഷമായി. വേഗം കിട്ടുന്നിടത്ത് ഞാൻ മടക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം പിരിച്ച് ഇങ്ങനെ ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെ വിറ്റിട്ട് വന്നിട്ട് ബോംബെ ഡൈയിങ് എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ പാക്കേജെല്ലാം കണ്ടിട്ട് നിങ്ങളാരും മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇതിൽ പറഞ്ഞത്. അതെന്തിനാ ഇപ്പോൾ ഇതിൽ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കരുത്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു കബോർഡുണ്ട്. ആ കബോർഡെല്ലാം നന്നായിട്ട് വൃത്തിയാക്കാനുണ്ട് കേട്ടോ.
എനിക്ക് ഏറ്റവും റിസ്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാലില്ലേ ഈ ബെഡ്ഷീറ്റ് ഇടുന്നത്. കാരണം ബെഡ്ഷീറ്റ് ഞാൻ ഇങ്ങനെ വെറുതെ വിരിക്കാനേ പറ്റുള്ളൂ. ബെഡ് പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റൂല കേട്ടോ. കാരണം ബെഡ് നല്ല വെയിറ്റാണ് കേട്ടോ. നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വണ്ണമുള്ള ബെഡാണ്. അപ്പോൾ വെയിറ്റ് പൊക്കാൻ പാടില്ലാത്തതുകൊണ്ട് അതെല്ലാം റിസ്ക്കാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫുള്ള് ഇങ്ങനെ വലിച്ച് ബെഡിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഇറുക്കി വെച്ചിട്ട് നീറ്റായിട്ട് ബെഡ്ഷീറ്റ് ഇടും കേട്ടോ. ഇപ്പം അങ്ങനെ ചെയ്യില്ല. ഇപ്പോൾ നിയാസ്ക ഉണ്ടെങ്കിൽ മാത്രം, അത് ഓൾമോസ്റ്റ് സൺഡേ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ ബെഡ്ഷീറ്റ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങനെ വിരിച്ച് വെക്കും. ഒരു സൈഡ് മാത്രമേ, ഏതെങ്കിലും ഒരു സൈഡ് നല്ല ഇങ്ങനെ പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. കാരണം ബെഡിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്തിന് വെറുതെ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കുന്നല്ലേ. അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുമാവ എൻ്റെ വോയിസ് കേട്ടിട്ട് മെല്ലെ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയും പിന്നെയും എണീക്കുമെന്നറിയില്ല. അപ്പോഴത്തേക്ക് വോയിസ് ഓവർ കൊടുത്ത് തീരണം. ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു സൈഡ് മെല്ലെ ഞാൻ ഇറുക്കി വെക്കും, അല്ലാതെ ഫുള്ള് മൊത്തത്തിൽ ഇറുക്കി വെക്കൂല കേട്ടോ. ഇങ്ങനെ ഒരു മസ്കിറ്റോ നെറ്റ് മേടിക്കുന്നത് കുഞ്ഞുമാവ ഉള്ളവർക്ക് മാത്രമല്ല, നമ്മൾ വലിയ ആൾക്കാർ കിടക്കുമ്പോഴും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഡെങ്കു പടരുന്നുണ്ടല്ലോ. നമ്മളെ ഈ സൈഡിൽ എല്ലാവർക്കും പനി വന്നിട്ടാ. പക്ഷേ ടച്ചുഡ് ആർക്കും ഡെങ്കു ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അതിനെല്ലാം നല്ലതാണ് നമ്മൾ ഈ ഗുഡ് നൈറ്റ് എല്ലാം മേടിച്ചിട്ട് നമ്മളിങ്ങനെ കത്തിച്ച് വെക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഒരു നല്ലൊരു നെറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള കുറച്ച് നമ്മൾ ഏറ്റവും ലോക്കലിലേക്ക് പോകരുത് കേട്ടോ. ഇങ്ങനെ നെറ്റെല്ലാം മേടിക്കുന്ന സമയത്ത് അത് പിന്നി പോകും. ഞാൻ എൻ്റെ ചെറിയ മോന് ഉണ്ടായ സമയത്ത് മേടിച്ച നെറ്റെല്ലാം നമുക്ക് യൂസ് ചെയ്യാനേ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയല്ലേ ബുദ്ധിയും ഉള്ളൂ. അപ്പോൾ കണ്ടതങ്ങ് മേടിക്കും. അപ്പോൾ അതുപോലെ മേടിച്ചത് അത് പെട്ടെന്ന് കീറിപ്പോയി കേട്ടോ. നമ്മളിങ്ങനെ വലിച്ച് കെട്ടുന്നിടത്ത് തന്നെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. കുറച്ച് നമ്മൾ പൈസ കൊടുത്താലും സാരമില്ല, മേടിക്കുന്നത് നല്ലോണം മേടിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൈസൻ്റെ മുഖം നോക്കിയിട്ട് നമ്മൾ കുറച്ച് റേറ്റ് കുറവുള്ളത് മേടിക്കുമ്പോൾ ഇല്ലേ നമുക്കത് യൂസ് ചെയ്യാനും പറ്റൂല കേട്ടോ. അങ്ങനത്തെ എല്ലാം പ്രശ്നം വരും. അപ്പോൾ ഞാനിവിടെ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് ഒരു പില്ലോ കവർ എടുത്ത് പില്ലോ കവർ ഇട്ട് ഒരു ബ്ലൂ കവർ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഇനിയൊന്ന് പിങ്ക് പില്ലോ കവറാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇനിയൊരു ബ്ലൂ ഞാൻ എവിടെയോ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എവിടെയാണെന്ന് കാണുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കാണുന്നില്ല, കബോർഡ് ഫുള്ള് ചന്ത പോലെ ആയിട്ടുണ്ട്. അത് ദിവസം ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കും. പിന്നെയും വൈകുന്നേരം ഇവിടെ മരുന്നെടുക്കലും ക്രീം എടുക്കലും ഡയപ്പർ എടുക്കലും അങ്ങനെ ആകുമ്പോൾ പിന്നെയും ഫുള്ള് അതെല്ലാം വെടുക്കാവും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വന്നിട്ട് വീഡിയോ കാണുന്നതാണെങ്കിൽ, കുറേ വർഷമായി, ഞാൻ 1 വർഷത്തോളം എന്തോ ആയി തോന്നിട്ടാ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർച്ചയായി വീഡിയോ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ ഇൻഷാ അല്ലാഹ് ഇടാൻ പറ്റുമെന്ന്. 1 വർഷത്തോളമായി ഏകദേശം ചാനലൊന്ന് കയറി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവമായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം നിയാസ്കാക്ക് എന്തോ ദേഷ്യം വന്നിട്ട് ട്രൈപോഡിന് ഒറ്റ ചവിട്ട് ട്രൈപോഡ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പാക്കി. അത് കഴിഞ്ഞിട്ട് ചെറിയ ഇങ്ങനെ ട്രൈപോഡ് സെൽഫി സ്റ്റിക്ക് പോലത്തത് ഉണ്ടായിരുന്നു, അതിലായിരുന്നു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടുണ്ടായത്. അതെന്താക്കി ഒരു ദിവസം ചെറിയ മോന് അതിൻ്റെ സ്റ്റാൻഡിൽ ഒന്നിങ്ങനെ വലിച്ചത്. അപ്പോൾ അതിങ്ങനെ നിലത്ത് നിൽക്കുന്ന ആ 3 ഇതില്ലേ, അത് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യം വന്നു, എത്ര ട്രൈപോഡ് മേടിക്കല്, ഇനിയിപ്പോൾ വേണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ പുതിയത് 7 ഫീറ്റിൻ്റെ ഒരു ട്രൈപോഡ് മേടിച്ച് വിത്ത് റിംഗ് ലൈറ്റ് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ കണ്ടിട്ടുണ്ടാവും, ഗ്ലാസ്സിൽ ഇങ്ങനെ അതിൻ്റെ ഇത് കാണുന്നുണ്ടായില്ലേ, അതന്നെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വലിയ ട്രൈപോഡാണ് കേട്ടോ അത്. അങ്ങനെ 3 കളർ റിംഗ് ലൈറ്റ് അങ്ങനെയൊക്കെ എല്ലാതായിട്ടും ഉണ്ട്, നല്ല ഉണ്ട് കേട്ടോ. അതിനിപ്പോൾ എപ്പോഴാണ് പൊട്ടരുന്നില്ല, കാരണം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുന്ന സമയത്തും പൊട്ടും. പിന്നെ ചില സമയം നിയാസ്കാക്ക് ദേഷ്യം വന്ന സമയത്ത് മുമ്പിൽ എന്താ ഉള്ളത് അത് പൊട്ടിക്കും കേട്ടോ. അങ്ങനത്തെ ഒരാളാണ്, ദേഷ്യം കൺട്രോൾ ആക്കില്ല. പിന്നെ ഇരുന്നിട്ട് അയ്യടാന്നാവും. ഞാനും പിന്നെ ഒന്നും ഉണ്ടാൻ പോകില്ല, കാരണം എൻ്റെ പൈസ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പൊട്ടിയ സാധനത്തിന് ഞാൻ ഷാഡിയം പിടിക്കും. അപ്പോൾ നിയാസ്കാക്ക് കൊണ്ടുത്തരും. അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവർ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇതുപോലത്തെയാണ് കേട്ടോ മസ്കിറ്റോ നെറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിലും മേടിക്കാം കേട്ടോ. എനിക്ക് സ്ക്വയർ ഷേപ്പിനേക്കാളും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ ഒരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ. കാരണം സ്ക്വയർ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് വാളിലെല്ലാം ഇങ്ങനെ ആണിയെല്ലാം അടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും.
പിന്നെ ഇതാ ഇവിടെ ഉണ്ട് ഞാൻ എടുക്കുന്നതിനുള്ള ആ ഒരു പിന്നെ ബെഡ്ഷീറ്റ് എടുത്തില്ലേ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. തലങ്ങാണിയൂർ ഞാൻ കാണിച്ചത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ബോംബെ ഡൈയിങ്ങിൻ്റെ സംഭവം. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങ് വ്ളോഗ് എടുത്താൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാലില്ലേ, എന്തെങ്കിലും ഒരു ചെറിയ റീസൺ കൊണ്ട് എനിക്ക് മടി എന്ന് പറഞ്ഞ സംഭവം വന്നു പോയാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിൽക്കില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു വീക്ക്നെസ് കേട്ടോ, വീക്ക് പോയിൻറ്റ്. ഇത് ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരകിയ മരുന്നുകളില്ല, അതായത് എള്ള് അല്ലാതെ കുറേ ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ഇതിലിടക്ക് ഞാൻ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് ചെയ്തായിരുന്നു. അതിൽ ഞാൻ എള്ള് കൂട്ടിയിട്ടില്ല. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞ് എള്ള് തിന്നാൻ നല്ലതാണ്. അപ്പോൾ ഞാനെന്താക്കി, ഈസി മെത്തേഡ് നമുക്ക് പീടികയിലെല്ലാം മേടിക്കാൻ കിട്ടൂലേ എള്ളിൻ്റെ ഇങ്ങനെ ബോളായിട്ടുള്ളത്, എള്ളുണ്ടാ, അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡെയിലി 2 എണ്ണം കഴിക്കും കേട്ടോ. സമയമൊന്നുമില്ല, എപ്പോഴാണ് എനിക്ക് പിന്നെ തിന്നണമെന്ന് തോന്നുന്നു അപ്പോൾ എടുത്ത് തിന്നും. അപ്പോൾ ഇത് കണ്ട, ഇത് എത്ര നീറ്റിൽ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, എത്ര വൃത്തിക്ക് വെച്ചതാണ്. ഇന്ന് നോക്കുമ്പോൾ പിന്നെയും ഫുള്ളെല്ലാം ഇതായിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വയമ്പ്, ജാതിക്ക, മാസിക്ക, അങ്ങനെയുള്ള സംഭവം. പിന്നെ ഈ ഒരു വസ്തുവിൽ ഇത് ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അതാണ് ഞാൻ പിന്നെയും എടുത്തിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. നിപ്പിൾ ഷീൽഡാണ്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 600 റുപ്പിയാണ്. എൻ്റെ കുഞ്ഞുമാവ ജനിച്ചിട്ട് എനിക്ക് ഇൻവേർട്ടഡ് നിപ്പിളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞുമാവക്ക് കുടിക്കാനും 3 ഡേയ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കുടിക്കുകയേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആയിട്ട് നന്നായിട്ട് വീക്കായി പോയിട്ടുണ്ടായി. അങ്ങനെ നിയാസ്ക പറഞ്ഞു എന്നാൽ ശരി ബ്രസ്റ്റ് പമ്പ് മേടിക്കാമെന്ന്. പിന്നെ പമ്പ് മേടിച്ചാലും ഒക്കെ ഫീഡ് ചെയ്യാൻ പിന്നെ ഒന്നോ ഫീഡിങ് ബോട്ടിൽ കൊടുക്കണം, ഫീഡിങ് ബോട്ടിൽ ശരിയാവില്ല. അപ്പോൾ ഒരു മിനിറ്റ്, ഇത് ഈ ഒരു സംഭവം ഇല്ലേ, ഇത് കുഞ്ഞുമാവക്ക് ഇങ്ങനെ വയമ്പെല്ലാം തയ്ച്ചു കൊടുക്കാൻ ഞാൻ ഓൺലൈനിൽ നിന്ന് കൊണ്ടുവരിച്ച ഒരു കല്ലാട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് ഇങ്ങനത്തെ മെഡിസിനെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചന്ദനം എന്തെങ്കിലും തയ്ച്ച് മുഖത്തിടാൻ ആവട്ടെ. ഇത് ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചതാട്ടാ. ഇത് കുഞ്ഞുമാമൻ്റെ പൊക്കിളെല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മസാജിലെല്ലാം മിക്സ് ചെയ്യും ഞാൻ, ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ. അപ്പോൾ അങ്ങനെ കുഞ്ഞുമാവ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ ബ്രസ്റ്റ് പമ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് നമ്മളിപ്പോൾ ഒരു ഫീഡിങ് ബോട്ടിൽ ഒഴിച്ചിട്ട് വേണ്ടേ കൊടുക്കാനും ബ്രസ്റ്റ് പമ്പ് ആകുമ്പോൾ. അപ്പോൾ ലിപ്പ് വെടുക്കാകും, ഇങ്ങനെ ചുണ്ട് പൊന്തി വരും കേട്ടോ ഫീഡിങ് ബോട്ടിൽ അധികം ഉപയോഗിക്കുമ്പോൾ. അതുകൊണ്ട് അത് മാറ്റിയിട്ട് വേഗം പോയിട്ട് നിയാസ്ക ഇത് മേടിച്ചിട്ട് വന്നിട്ട് നിപ്പിൾ ഷീൽഡ്. മാഷാ അത് മേടിച്ച് പിന്നെ ഇല്ല, എൻ്റെ വാവ നല്ലോണം പാല് കുടിക്കുന്നുണ്ടായിട്ടാ. പിന്നെ ഇപ്പോൾ 1 മന്ത് ആയതിൻ്റെ ശേഷം ഓക്ക് ഒരു 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 റബ്ബർ പ്ലാസ്റ്റിക് കോട്ടിങ് അല്ലേ, അപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അവൾ പിന്നെ എന്താ പറയുക, വോമിറ്റിങ് സെൻസേഷൻ പോലെ കളിക്കും കേട്ടോ. ആ ഒരു സംഭവം ഞാൻ ഇട്ടിട്ട് ഫീഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബുദ്ധിയുള്ളത് കൊണ്ട്. പിന്നെ ഇതെൻ്റെ മേക്കപ്പ് ബ്രഷസ് ആണ് കേട്ടോ, ചെറിയൊരു കപ്പിലിട്ട് വെച്ചത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതെല്ലാം എൻ്റെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ ഒരു സെക്ഷന് ഫുള്ള് ഗ്രൂമിങ്ങിൻ്റെ സെക്ഷനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ, മോള് ബേബി ക്രീം കുറച്ച് എടുത്തിട്ടിടും, അതിൻ്റെ മുകളിൽ ആ സ്പിൻസിൻ്റെ പൗഡറിൽ അതും ഇടും. അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫസ്റ്റെല്ലാം എനിക്ക് രാവിലെ എണീച്ച പാടന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്ത് ടോണർ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വുഡ്വേർഡ്സിൻ്റെ ഗ്രേപ്പ് വാട്ടർ കേട്ടോ. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കുഞ്ഞുമോൾക്ക് റെയറാണ് കേട്ടോ. അപ്പോൾ മേടിച്ചിട്ട് 1 മാസം കഴിഞ്ഞില്ലേ, 1 or 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നിർബന്ധമായിട്ട് രാവിലെയും വൈകുന്നേരം ഗ്രേപ്പ് വാട്ടർ കൊടുക്കുക, കുളിച്ച് വന്നപാട് ഗ്രേപ്പ് വാട്ടർ കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അതെല്ലാം ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട് എന്ന് പറയുന്നു, കുട്ടികൾക്ക് ഹാംഫുള്ളാണ് എന്ന്. പക്ഷേ നമ്മൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളത് കൊടുക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ ഗ്യാസ് റിലീഫ് ആകാൻ വേണ്ടിയിട്ട് ബേബീസിന് എക്സസൈസ് ചെയ്യിക്കുക. പിന്നെ അവരെ വയറിൽ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച കാസ്റ്റർ ഓയിലില്ലേ അത് കുറച്ചിടുക.
പിന്നെ ടമ്മി ടൈം കൊടുക്കുക. ഇതാണ് നമ്മൾ ബേബി ക്യാരി ബാഗ് മേടിച്ചത് കേട്ടോ. ഇത് ഞാൻ അന്ന് ബേബീൻ്റെ തിങ്സ് എല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി. ഒരു യെല്ലോ കളറാണ് കേട്ടോ. നോർമലി എല്ലാവരും ഒരേപോലത്തത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പിങ്ക് അല്ലെങ്കിൽ ബ്ലൂ, വൈറ്റ് അങ്ങനെയല്ല. അപ്പം ഞാൻ കുറച്ച് മാറ്റി പിടിച്ചതാണ്. അതിൽ ടെഡി ബിയറിൻ്റെ മിക്കി മൗസിൻ്റെ പടലായിട്ട് നല്ല ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയണ്ടേ, ഈ തുണികളെല്ലാം ഇനി മടക്കി വെച്ച് നല്ല നീറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് എൻ്റെ മോള് എണീക്കും. പിന്നെ ഓളെ ഫീഡ് ചെയ്തിട്ട് കുളിപ്പിക്കാനുള്ള റെഡിയാക്കണം. ഈ ഒരു വീഡിയോൻ്റെ ബാക്കിയാണ് ഞാൻ ഇന്നലെ കാണിച്ചത് കേട്ടോ. അതായത് ഏകദേശം ഒരു 10 മണി വരെ, 9:30-10 മണി വരെ ഈ ഒരു രീതിയിലാണ് പോകുക. അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് വരണമായിരുന്നു, അത് പിന്നെ വരണമായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഞാൻ രണ്ടാമത് ഇന്നലെ എടുത്തത്. ഈ ഒരു പില്ലോ കവറാണ് ബോംബെ ഡൈയിങ് മണ്ണാങ്കട്ട എന്ന് പറഞ്ഞിട്ട് തന്നത് കേട്ടോ. അവിടെ ഞാൻ മുകളിൽ എടുത്ത് വെച്ചിട്ടില്ലേ ആ ഒരു കളറ്, അതാണ് ബോംബെ ഡൈയിങ്ങിൻ്റെ ബെഡ്ഷീറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ തന്നത്. എനിക്കറിയില്ല ക്ലോത്ത് ബോംബെ ഡൈയിങ് ആണോ അല്ല അയാൾക്ക് അറിയാതെ അയാൾ എവിടെന്നെങ്കിലും ഇങ്ങനെ പീസെല്ലാം കിട്ടുമ്പോൾ അത് ഒന്നിച്ചിങ്ങനെ കിട്ടുമ്പോൾ സെയിൽ ചെയ്യാനെല്ലാം വിടൂലേ എവിടെന്നെങ്കിലും, പിന്നെ എന്തെങ്കിലും ഡാമേജ് ആയ പീസസ് എല്ലാം കമ്പനിയിൽ നിന്ന് പുറത്ത് വിടുമ്പോൾ അങ്ങനത്തെ പീസുകളാണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും എൻ്റെ 1000 റുപ്പി പോയി അത്ര തന്നെ. ഞാൻ ബോംബെ ഡൈയിങ്ങിലാണെങ്കിൽ അത് കുറേ യൂസ് ആവും, കുറേ ലൈഫ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മേടിച്ചത്. അതൊന്നും ഇല്ല കേട്ടോ, അതെല്ലാം പിന്നി പോയിട്ടുണ്ട് ഇപ്പം തന്നെ. അത് ഞാൻ നിർത്തി കാണിച്ചു തരാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ഇത് നമ്മൾ റിലയൻസിലെല്ലാം പോകുമ്പോൾ കിട്ടുന്ന ബാഗുകളില്ല, അത് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെക്കും കേട്ടോ. നല്ല അതിൻ്റെ ക്ലോത്ത് സൂപ്പറാണ് കേട്ടോ. ഞാൻ നിയാസ്കാട് പറയും അങ്ങനത്തെ 5-6 ബാഗ് മേടിച്ചിട്ട് പറയാം എനിക്കൊരു നല്ല കുർത്ത തയ്ക്കാനെന്ന്. അങ്ങനത്തെ ആ ഒരു മെറ്റീരിയലിൽ എനിക്കൊരു കുർത്ത ഉണ്ടായിരുന്നു കേട്ടോ, അതേ കളറിലെല്ലാം പാളായിപ്പോയി. അപ്പോൾ നമ്മളിവിടെ നല്ല മഴയെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വെള്ളിയാഴ്ച തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടെല്ലാം മഴ ഉണ്ടോ എന്താണെന്നൊന്ന് പറയാം കേട്ടോ. ഇതുണ്ടാ ബോംബെ ഡൈയിങ്ങിൻ്റെ ഇതന്നെ സംഭവം, ഇതന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. പില്ലോ കവറാട്ടാ. 2 പില്ലോ കവറും വേറെ വേറെ ആട്ടോ. അതെല്ലാം കുഴപ്പമില്ല, ബെഡ്ഷീറ്റിലുള്ള 2 ഡിസൈൻ വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്, അതൊന്നും വിഷയമില്ല. പക്ഷേ സ്റ്റിച്ചിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ നൂല് പിന്നി പോകുകയെന്ന് പറയില്ലേ, അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നല്ല മഴയെല്ലാം ഉണ്ട്. പിന്നെ എന്താണെന്നറിയോ, വോയിസ് ഓവർ കൊടുത്ത് ഞാനും വാവച്ചിൻ്റെ കൂടെ ഉറങ്ങുന്നുണ്ട്. അതാ എൻ്റെ പിന്നെ വർത്താനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നത് കേട്ടോ. പിന്നെ അധികം സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ഞാൻ ഈ പണിയെല്ലാം എടുത്ത് തീർക്കട്ടെ, അല്ലെങ്കിൽ കുഞ്ഞുവാവ എണീക്കും കേട്ടോ. അതാണ് ഞാൻ മെല്ലെ എടുക്കുന്നത്. കുറേ തുണികളുണ്ടാവും എടുക്കാൻ. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുഞ്ഞുവാവിൻ്റെ പണികളെ എനിക്ക് കൂടുതലുണ്ടാവുള്ളൂ. ഓളെ കുളിപ്പിക്കലും ഓളെ മസാജ് ചെയ്യലും പിന്നെ ആഫ്റ്റർ ബാത്ത് ചെയ്യുന്ന കെയറിങ്ങും പിന്നെ ഫീഡ് ചെയ്യലും പിന്നെ രാത്രിയെല്ലാം ഉറക്കൊയ്യലും അതൊക്കെ എൻ്റെ സെക്ഷനാണ് കേട്ടോ. നിയാസ്കാനെ ഞാനങ്ങനെ ഉറക്കം ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. കാരണം ചിലപ്പോൾ അവർ ഹൈറ്റിലോ അല്ലെങ്കിൽ വലിയ മെഷീനുകൾ എന്തെങ്കിലും എടുത്തിട്ടല്ലായിരിക്കും പണിയെടുക്കുക. ആ സമയത്ത് നിയാസ്ക ഉറക്കിൻ്റെ ഭ്രാന്തുള്ള മനുഷ്യനാട്ടോ. അതെന്തെങ്കിലും ഉറക്കില്ലാതെ അപകടം സംഭവിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിയാസ്കാൻ്റെ ഉറക്കമെന്ന് വെച്ചാൽ ബെഡ് കണ്ട് നമ്മളിപ്പോൾ ഒരു ലൈറ്റ് സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ചെയ്യില്ലേ, അതേപോലെയാണ് നിയാസ്ക. സ്വിച്ച് ഇട്ട പോലെ ഉറങ്ങുക, എന്നിട്ട് വിത്തിൻ സെക്കൻഡ് എന്തുമാതിരി കൂർക്കായിരിക്കുന്ന. ഈ ഒരു സംഭവം എൻ്റെ ഉപ്പാൻ്റെ ലുങ്കിയാട്ടാ. ഉപ്പ എത്രയോ വർഷം ഉപയോഗിച്ച ലുങ്കിയ, എന്നാലും അത് പുതിയതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ ഓർമ്മക്കായി ഞാൻ എടുത്തു വെക്കുന്നത് കേട്ടോ. ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്. അങ്ങനെ ഉപ്പാൻ്റെ ഷർട്ടും ലുങ്കികളെല്ലാം ഉണ്ട്. പിന്നെ നല്ലൊരു വാച്ച് ഉണ്ടായിരുന്നു ഉപ്പാനെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതെൻ്റെ മൂത്ത മോന് ഇതിലടുക്ക് അതിൻ്റെ ക്ലിപ്പ് പൊട്ടിച്ചിട്ട് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഏകദേശം എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടായിട്ടാ. ഇനിയിപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ വ്ളോഗ് എടുത്താൽ നിങ്ങൾ നോക്കിക്കോ. ഇതേ കബോർഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതേപോലെ ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ട് നിയാസ്ക്ക് ഏതോ മീറ്റിങ്ങിന് പോയിട്ട് ടീഷർട്ട് കിട്ടിയെന്ന്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടിയ ബാഗ് കേട്ടോ. അതിലുണ്ട് 2-3 ബാഗ് അടിയിൽ വെച്ചിട്ട്.
അപ്പോൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചത് ഇങ്ങനെ ഉണ്ടെങ്കിൽ സന്തോഷം അങ്ങനെ ഉണ്ടാവില്ല. ഇതാണ് എൻ്റെ ഡ്രയർ. ഇപ്പോൾ ഇത് എനിക്ക് ഭയങ്കര യൂസാണ് കേട്ടോ. ഞാനിത് എൻ്റെ കസ്റ്റമറിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഷോപ്പിലുണ്ടാകുമ്പോൾ ഹെയർ കട്ടെല്ലാം ചെയ്താൽ വലിയ ഡ്രയറിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ സെറ്റിങ് നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് മേടിച്ചത്. പിന്നെ ഇത് ഐക്കോണിക്കിൻ്റെ സ്ട്രൈറ്റ്നറാണ് കേട്ടോ. ഇതൊന്നും എനിക്കിപ്പോൾ യൂസ് ആവില്ല, പക്ഷേ ഈ ഡ്രയർ നല്ല യൂസാണ്. കുളിച്ച് വന്ന പാട് വേഗം ഞാൻ ഡ്രൈ ആക്കി കളയും കേട്ടോ. കാരണം വെള്ളം ഉണ്ടെങ്കിൽ ജലദോഷം എന്തെങ്കിലും പിടിച്ചാൽ എനിക്ക് മാത്രമല്ല കുഞ്ഞുവാക്കും കൂടി ആവുമല്ലോ. അതുകൊണ്ട് വേഗം ഡ്രയർ യൂസ് ആക്കും കേട്ടോ. പിന്നെ അധികം അങ്ങനെ ഡ്രയർ യൂസ് ആക്കരുത്. അത് 2000 മുകളിൽ ഓൾട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് ഞാൻ ഫുള്ള് ടയേർഡായി പോയിട്ടാ. ഇനിയിപ്പോൾ ഫുള്ള് മൊത്തത്തിലൊന്ന് അടിച്ച് വാരാനുണ്ട്. അതൊന്ന് അടിച്ച് വാരിയിട്ട് ഞാൻ പോയി കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കണം. ഇരിക്കലൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. ഈ അടിച്ച് വാരി കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുവാവ് എണീക്കും കേട്ടോ. ലൈഫ് എപ്പോഴും ബിസിയായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളെ ബിസി ആക്കി വെക്കുക. നമ്മളെ വീട്ടിൽ തന്നെ എത്ര നല്ലോണം നമുക്ക് നമ്മളെ ഒരുക്കി വെക്കാമെന്നറിയോ. നമ്മളെ പേഴ്സണൽ കെയർ ആണെങ്കിലും നമ്മളെ വീടിൻ്റെ കെയർ ആണെങ്കിലും എല്ലാം നമുക്ക് ചെയ്തിട്ട് ടൈം പാസ്സാകാം. അതിൽ നമുക്ക് ഒത്തിരി സന്തോഷവും കിട്ടും കേട്ടോ. അയ്യോ, നമ്മൾ ഒറ്റക്കാണ്, നമ്മളെ ലൈഫിൽ സന്തോഷമൊന്നുമില്ല, നമ്മളെ ചുറ്റും ആൾക്കാരില്ല, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ, അല്ല ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, അങ്ങനെ നമ്മൾ ഇത്രേ ആൾക്കാരുള്ളൂ. മറ്റവരുടെ വീട്ടിൽ നല്ല സന്തോഷമാണ് എന്നും, അവർ ചുറ്റും കുറേ ആൾക്കാരാണ്, അവർക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, നമുക്കങ്ങനെ ഫങ്ഷൻസ് ഇല്ല, നമ്മളതിങ്ങനെ ന്യൂക്ലിയർ ഫാമിലിയാണ്, വലിയ ഫാമിലിയല്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെ അനാവശ്യം ടെൻഷൻ അടിച്ച് ജീവിക്കാതിരിക്കട്ടോ. നിങ്ങളുടെ ലൈഫ് എന്താണ് അത് നിങ്ങൾ ലീഡ് ചെയ്യാൻ നോക്കുക. അത് ആവുന്നതും സന്തോഷകരമായിട്ട് നിങ്ങൾ ലൈഫ് ലീഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇല്ലാത്തതിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ വരീഡാവേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ. അത് ഇല്ലാത്തത് വേണ്ട നമ്മൾ ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ നമ്മൾ ലൈഫിൽ എന്താ ഉള്ളത് അതുകൊണ്ട് നമ്മൾ പിന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ ലേഡീസിന് മാത്രമല്ല, പിന്നെ ആണുങ്ങളോടും ഞാൻ പറയുകയാണ് കേട്ടോ. നിങ്ങൾ രാവിലെ എണീച്ച് നന്നായിട്ട് ഫ്രഷായി ഒന്ന് കുളിക്കുക. കുളിച്ചതിൻ്റെ ശേഷം നല്ല വസ്ത്രം ധരിക്കുക. അതായത് പുതിയ തുണി ഇടണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നല്ല തുണിയെല്ലാം ഇട്ടിട്ട് നിങ്ങളെ ഒന്ന് ഒരുക്കുക നീറ്റായിട്ട്. കാരണം നമുക്ക് നമ്മുടെ മുകളിൽ ഫസ്റ്റ് പോസിറ്റീവ് മൈൻഡ് വരണം. നമ്മളിപ്പോൾ ഒരാൾ കാണുമ്പോൾ, ഇപ്പോൾ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പക്ഷേ വീട്ടിലാരെങ്കിലും വന്ന് ഒരു പെട്ടെന്ന് ആൾക്കാർ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കച്ചവടക്കാർ തന്നെ വന്നാൽ നമുക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം എന്തറിയോ, ഒന്ന് നമ്മൾ ഇട്ടിട്ടുണ്ടാകുന്ന ഡ്രസ്സ് പകുതി ആയിരിക്കും, അവിടെ കീറിയതോ അങ്ങനെയൊക്കെ ആയിരിക്കും. രണ്ടാമത്തത് നമ്മളെ ഫേസ് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ടാവില്ല. വെറുതെ രാവിലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായ്മ വരുന്നതാണ് നമ്മുടെ ലൈഫിൽ പറ്റുന്ന ഒരു ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയെല്ലാം സംഭവമാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ രാവിലെ തന്നെ നമ്മളെ ഒരുക്കി വെക്കുക. ഫസ്റ്റ് നമ്മളെ വീടെല്ലാം ഒരുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഫുഡെല്ലാം പ്രിപ്പയർ ആക്കാനുള്ള ആൾക്കാർ രാവിലെ, ഹസ്ബൻഡ് പുറത്ത് പോകുന്ന സമയത്തെല്ലാം ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ രാവിലെ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് ഒന്ന് കുളിക്കാൻ നോക്കുക. ഞാൻ പറയുന്നത് നമ്മൾ അടുക്കള കയറുന്നതിന് മുമ്പേ കുളിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു നന്നായിട്ട് നീറ്റായിട്ട് ഒരു ആൾക്കാർ കണ്ടാലും മോശമില്ലാത്ത രീതിയിൽ നമ്മളൊരു തുണി ധരിച്ചിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഒന്ന് മേക്കപ്പെല്ലാം ചെയ്യുക. മേക്കപ്പെല്ലാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, മേക്കപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കല്യാണപ്പെടൻ ചെയ്യുന്നതല്ല. മേക്കപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഒരു ഇത്തിരി ക്രീമോ പൗഡറോ എന്തൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഒരുക്കുക കേട്ടോ. അങ്ങനെ ഒരുങ്ങിയിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക, അല്ല നിങ്ങളെ പണികൾ നെക്സ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ എത്ര പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെക്കാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ അത് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്കുക. അപ്പോൾ ഇന്നായില്ലെങ്കിൽ നാളെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്കുക. നമ്മൾ പെട്ടെന്ന് എണീച്ച് രാവിലെ എല്ലാം കുളിച്ച് നല്ല ഡ്രസ്സെല്ലാം ഇട്ട് നല്ല സുന്ദരി കുട്ടപ്പന്മാരും എല്ലാം ആയി നമ്മളൊന്ന് ജീവിച്ച് നോക്കുക. അപ്പോൾ ഒരാഴ്ച അങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഒരാഴ്ചൻ്റെ ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അത്രക്കും പോസിറ്റീവ് മൈൻഡും പോസിറ്റീവ് തിങ്കിങ്ങും നമുക്ക് പുറത്തിറങ്ങാനും ആൾക്കാരോട് വാക്ക് പറയാനും എല്ലാത്തിനും ചമ്മലായിരിക്കും കേട്ടോ. ചമ്മലുണ്ടാവില്ല. നല്ലൊരു പോസിറ്റീവ് മൈൻഡായിരിക്കും. നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓർത്ത് വരീസാക്കാതിരിക്കുക കേട്ടോ. നമ്മളെ മണ്ടയ്ക്ക് പണി കൊടുക്കാതിരിക്കുക. ഉള്ളതിനെക്കുറിച്ച് സന്തോഷിക്കുക. പിന്നെ കൂടുതൽ ലൈഫിൽ സന്തോഷം എന്നുള്ള സംഭവം നമ്മൾ കണ്ടെത്തണം കേട്ടോ.
ചൊറകളും പ്രശ്നങ്ങളും കഷ്ടപ്പാടും കടങ്ങളും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അത് ഒരു നിമിഷം മാത്രം നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്ന് ഓർക്കുക. ഒരു ദിവസം മുഴുവനും അതിനെക്കുറിച്ച് ഓർത്ത് നമ്മളെ ലൈഫിനെ വെറുതെ പാഴാക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി കേട്ടോ. കാരണം ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. കാരണം ഫസ്റ്റെല്ലാം എൻ്റെ ലൈഫ് ഒരുപാട് ബുദ്ധിമുട്ടിൽ പോയിട്ടുണ്ടായ ഒരു കാലഘട്ടത്തിലും ഞാൻ അതിനെ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ടായിട്ടില്ല. എന്നെ കാണുന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ടായിരുന്നു, എന്ത് രസമാണ് ഇവളുടെ ലൈഫ്, ഇവളിടുന്ന തുണികളും ഇടുന്ന സ്ലിപ്പേഴ്സും എന്ത് രസമാണ് കാണാൻ, എന്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഒരിക്കലും അല്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ ആ ഒരു ലൈഫ് ലീഡ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. കുറച്ച് ബാക്കോട്ടൊക്കെ തിരിഞ്ഞ് നോക്കിയിട്ടുള്ള കഥകളാണ് ഞാൻ പറയുന്നത്. ഇപ്പം അല്ല, സ്റ്റിൽ ഞാൻ ഹാപ്പിയാണ് നിയാസ്കാൻ്റെ ഒപ്പം. അപ്പം നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസി ആക്കി വെക്കുക. നമ്മൾ വീട് ഒരുക്കലും നമ്മൾ വസ്ത്രങ്ങൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ലേഖയാണ്, ഞാനിത് ലേഖ നിന്നിട്ട് എൻ്റെ ചുണ്ടിലെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് അങ്ങനെ ലേഖയെല്ലാം ഞാനവിടെ വെച്ച് അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുവാവ് എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വലിയ റെസ്റ്റ് എടുക്കുന്ന സംഭവമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓർമ്മയിൽ വെക്കുക, നിങ്ങളെ ബിസി ആക്കി വെക്കുക കേട്ടോ. പിന്നെ പോസിറ്റീവ് മൈൻഡ് വരാൻ ഇതന്നെ സംഭവം നമ്മൾ ഒരുക്കി വെക്കും. ചിങ്ങാരിയാ, സുന്ദരിയാ, മമ്മന്റെ ഗൊമ്പയാ, അമ്മൻ ശുണ്ടുമണിയാ, കുണ്ടുമണി, ആണ് മമ്മന്റെ ഷൊട്ടു. ഓ മൈ ഗോഡ്, അയ്യോ. വീഡിയോ ഓഫ് ആക്കട്ടെ. അപ്പോൾ ഓക്കെ, വർത്താനം പറഞ്ഞു തീരുന്നില്ല. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.